ഹായ് നമസ്കാരം കൂട്ടുകാരെ. അപ്പോൾ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. നമ്മൾ അടുപ്പത്ത് വെച്ച് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ആദ്യം ഒരു പാത്രം വെച്ചു. നല്ല അടി കട്ടിയുള്ള ഒരു പാത്രമാണ് വെച്ചത്. ഇരുമ്പ് ചട്ടി കേട്ടോ. അപ്പം ഓൾറെഡി ഞങ്ങൾ അടുപ്പിൽ വെക്കുമ്പോൾ കൂടുതലും ഈ ചട്ടിയാണ് യൂസ് ചെയ്യാറ്. അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഗ്യാസിലായിരിക്കും വേറെ പാത്രങ്ങളൊക്കെ വയ്ക്കുക. അപ്പം പാൻ നന്നായിട്ട് ചൂടായപ്പോൾ അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവോള, പച്ചമുളക്, കറിവേപ്പില, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ പല ഐറ്റം ആക്കി എടുത്തിടുന്ന എല്ലാവരും വീഡിയോ ചെയ്യുമ്പോൾ കോമൺ ആയിട്ട് കാണാറുള്ളത്. ഞാൻ പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഡ്യൂട്ടിയും കഴിഞ്ഞ് വന്നിട്ടുള്ള വൈകിട്ടത്തെ ഫുഡ് വെപ്പും വീഡിയോ എടുക്കലും എല്ലാം കൂടെ ആയതുകൊണ്ട് തന്നെ അതിനൊന്നും സമയം കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് അരിഞ്ഞെടുത്തിട്ട് നമ്മൾ കടുക് പൊട്ടിയപ്പോൾ അതിലേക്ക് ഇട്ടു. ഇത് നമ്മൾ എന്താ പറയുക, പ്രൊഫഷണലായിട്ട് ഉണ്ടാക്കണമെന്നല്ല, നമ്മുടെ വീട്ടിൽ നമുക്ക് കഴിക്കാൻ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ പറഞ്ഞ എന്താ പറയുക, ഓരോ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കാനുള്ളൊരു ടൈം കൂടെ ഇല്ല. എല്ലാം കൂടെ പെട്ടെന്ന് അരിഞ്ഞ് വറുക്കി ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ പാൻ ചൂടായപ്പോൾ കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ പറഞ്ഞ പോലെ ഐറ്റംസ് എല്ലാം ഇട്ടു. അതിലേക്ക് നന്നായിട്ട് ഉപ്പ് ചേർത്ത് ഈ ഇറച്ചിക്ക് കറിക്ക് വേണ്ട ഉപ്പും കൂടെ ഞാൻ ഈ സവോള വഴറ്റുന്ന സമയത്ത് ചേർക്കും. അത് രണ്ടുണ്ട് ഗുണം. ഒന്ന്, രണ്ടാമത് ഉപ്പിടാൻ നിൽക്കണ്ട. പിന്നെ നമ്മുടെ സവോള വേഗം വഴന്ന് കിട്ടും. നന്നായിട്ട് വഴറ്റിയെടുക്കണം സവോള. അതിനുശേഷം ഞാൻ കുറച്ച് കഷ്ണം എടുത്തിട്ട്, അതായത് മാംസം തന്നെയുള്ള കുറച്ച് ഭാഗം എടുത്ത് മസാല വരട്ടിയെടുത്ത് മാറ്റി വെച്ചു കേട്ടോ. അത് നാളെ രാവിലെ പൊതിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാനതെടുത്ത് നന്നായിട്ട് മസാല ഉപ്പൊക്കെ പുരട്ടി ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചു. അതിനുശേഷം നമ്മുടെ കറിയുടെ കാര്യം ബാക്കി നോക്കണമല്ലോ. അപ്പോൾ അടുപ്പിൽ തന്നെ വെച്ചതുകൊണ്ട് തന്നെ ഫ്ലെയിം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അടുപ്പിൻ്റെ അവിടെ നമ്മൾ എന്ത് കുക്ക് ചെയ്യണോ നമ്മളതിൻ്റെ കൂടെ നിന്ന് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. വെച്ചിട്ട് വേറെ മാറിപ്പോകരുത്. ഇന്ന് കപ്പയും വാങ്ങിച്ചു, അതുപോലെ തന്നെ ചിക്കനും വാങ്ങിച്ചത്. വേറെ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് നന്നായിട്ട് ചെറിയ ജലദോഷക്കോളൊക്കെ വന്നപ്പോഴത്തേനും അത് കഴിക്കണമെന്ന് തോന്നി. അപ്പോൾ ഞാനങ്ങ് വാങ്ങിച്ചാൽ അതിലേക്ക് നമ്മൾ പൊടിവർഗ്ഗങ്ങളെല്ലാം കൂടി ഇട്ടു കേട്ടോ. കറണ്ടില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ എൻ്റെ ഫോണിൻ്റെ ഫ്ലാഷിൻ്റെ വെട്ടത്തിലാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ഇതിലേക്ക് ഞാൻ മസാലപ്പൊടികളെല്ലാം ചേർത്തു. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇച്ചിരി കുരുമുളക് പൊടി, അതുപോലെ തന്നെ ചിക്കൻ മസാല, അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. വഴറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊടിയുടെ ഒരു കുത്തൽ എന്നാണ് നമ്മളിവിടെ പറയുക. ആ ഒരു പച്ച ഇത് മാറുന്ന വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ചിക്കൻ കറി വയ്ക്കാനൊന്നും ആരും പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ വീഡിയോ ഇങ്ങനെ ഇടുമ്പോൾ ചുമ്മാ ഇടാൻ പറ്റും, ഇതിലൊക്കെ പറയണ്ടേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ നന്നായിട്ട് കഴുകി വെച്ച ചിക്കൻ നന്നായിട്ട് പുരട്ടിയെടുത്തു. ഞാനിവിടെ ചെയ്യാറ് സാധാരണ വെള്ളം ആദ്യം ഒഴിക്കില്ല, ചെറിയ തീയിൽ ഈ പറഞ്ഞതുപോലെ ഈ മസാല എല്ലാം കൂടെ ചേർത്ത് ഇളക്കി കുറച്ച് നേരം ചിക്കൻ വയ്ക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ വൈകിട്ട് നല്ല കൊതിയിലേറി വന്ന് കൊതിച്ച് വാങ്ങിച്ചതല്ലേ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ നല്ല ജലദോഷക്കോളുണ്ടായിരുന്നു. അതിൻ്റെ സൗണ്ടിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വൈകിട്ട് വന്ന് ചൂടോടെ കഴിക്കണം എന്നുള്ളൊരു കൊതിക്ക് വന്ന്. അപ്പോൾ അങ്ങനെ റെസ്റ്റൊന്നും ചെയ്യാൻ ഞാൻ വിട്ടില്ല. ഉടനെ തന്നെ മസാല പുരട്ടി വെച്ച ഉടനെ ആവശ്യത്തിൽ വെള്ളം ചേർത്തു. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു പാൻ വെച്ചിട്ട് അടച്ചു വയ്ക്കും. ഇനി നമ്മൾക്ക് എന്ത് പണിക്ക് വേണമെങ്കിലും പോവാം. ഇത്രയും നേരം അടുപ്പിൻ്റെ അവിടെ നിന്ന് മാറാൻ പാടില്ല. ഇനി നമുക്ക് അടച്ചു വെച്ച് നമുക്ക് ഇഷ്ടമുള്ള പണിക്ക് എവിടെ വേണമെങ്കിലും പോവാം. ഇടയ്ക്ക് വന്നൊന്ന് നോക്കിയാൽ മാത്രം മതി. അപ്പോൾ ആ സമയത്തേക്ക് അമ്മ എന്ത് ചെയ്തു, കപ്പയ്ക്ക് അരപ്പൊക്കെ ചേർത്തു, അടച്ചു വെച്ചു. നന്നായിട്ട് ഇളക്കുകൊണ്ടു. ചെറിയ പാത്രം ആയതുകൊണ്ട് ഇളക്കാൻ നന്നേ കഷ്ടപ്പെട്ടു. വലിയ പാത്രത്തിൽ ആദ്യം കുറച്ച് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞമ്മേ തികയില്ലമ്മേ ബാക്കിയും കൂടെ വയ്ക്കാമെന്ന് പറഞ്ഞിട്ട് ആ പാത്രം നിറച്ച് കപ്പ ഇറച്ചിയാക്കി. അപ്പം ടാറ്റാ, അടുത്ത വീഡിയോയിൽ കാണാം.